മാർച്ചിൽ ചെറിയ തലത്തിൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ഡിവിഷൻ വിഭജനത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് എല്ലാ സംഘടനകളുടെ ഭാഗത്തു നിന്നും. ഇപ്പോൾ രാവിലെ ഡിവൈഎഫ്ഐയുടെ മാർച്ച്, അല്പസമയത്തിനകം യൂത്ത് കോൺഗ്രസും ഇന്ന് ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. തിരുവോണ ദിനത്തിൽ എംപിമാർ, കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഉപവാസത്തിന് ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം വി കെ ശ്രീകണ്ഠൻ എം പി അടക്കമുള്ളവർ വളരെ ശക്തമായി തന്നെ ഈ നീക്കത്തിനെതിരെ പ്രതിഷേധം അറിയിച്ചതാണ്. ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് ഡിവിഷൻ ഓഫീസിലേക്ക് ശക്തമായ പ്രതിഷേധം നടത്തുന്നു യുവജന സംഘടനകൾ. സാധാരണ ഈ ഡിവിഷനുകൾ തമ്മിലുള്ള മാറ്റം എന്നത് സാധാരണമാണെങ്കിലും സോണുകൾ തമ്മിൽ അത്തരം മാറ്റങ്ങൾ നോർമലി സംഭവിക്കുന്നതല്ല. പക്ഷേ ഇവിടെ സോണുകൾ മാറാൻ പോവുകയാണെന്നുള്ളതാണ് ഏറ്റവും ഗുരുതരകരമായ കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ, അതായത് ഇപ്പോൾ സൗത്ത് സോണിൽ നിന്നും സൗത്ത് വെസ്റ്റിലേക്ക് ഒരു മാറ്റം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊരു സോണിലേക്ക് മാറുന്നതോടെ നിലവിൽ പുതിയ സോണിൽ നിലനിൽക്കുന്ന രീതിക്കനുസരിച്ചാകും പിന്നീട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക. പാലക്കാട് ഡിവിഷനിൽ നിന്നും മാറുന്ന ജീവനക്കാരുടെ ഗ്രേഡ്, അവരുടെ സ്ഥാനക്കയറ്റത്തെ എല്ലാം ഇത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ജീവനക്കാർക്കും കടുത്ത ആശങ്കയാണ്. ജീവനക്കാർക്ക് മാത്രമേ, ഇപ്പൊ സർക്കാരിന്റെ ഖജനാവിനെ പോലും ഈ വിഷയമേ വലിയ തരത്തിൽ ബാധിക്കും എന്നുള്ളതാണ്. ഖജനാവിനെ, ഇപ്പം കേരള സർക്കാരിന്റെ ഖജനാവിനെ ബാധിക്കുമ്പോൾ അത് കർണാടകത്തിന് വലിയ നേട്ടം ഉണ്ടാക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കാര്യമായിട്ട് തന്നെ സംസാരിച്ചതാണ്. മൈസൂരു റെയിൽവേ ഡിവിഷന്റെ വരുമാനം വർദ്ധിക്കാൻ ഇത് ഇടപെടുത്തും. വാർഷിക വരുമാനത്തിൽ ഏതാണ്ട് 500 മുതൽ 600 കോടിയുടെ വരെ വർധനവാകും ഉണ്ടാവുക. പക്ഷേ പനമ്പൂർ നഷ്ടമാകുന്നത് പാലക്കാട് ഡിവിഷന്റെ വരുമാനത്തെ വലിയ തരത്തിൽ ചോർത്തും കേട്ടോ. കാരണം 1100 കോടിയുടെ അധികം വരുമാന നഷ്ടം ഉണ്ടാകുമെന്നാണ് നിലവിലെ വിലയിരുത്തലൊക്കെ. അപ്പം നഷ്ടം മുഴുവൻ പാലക്കാടിനാണ്. അതുകൊണ്ട് തന്നെ പ്രതിഷേധവും ശക്തമാവുകയാണ്. ജീവനക്കാരുടെയും യുവജന സംഘടനകളുടെയും എംപിമാരുടെയും ഒക്കെയും നേതൃത്വത്തിൽ അല്ലെ ഇവിടെ പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നുണ്ട്. സച്ചിൻ വള്ളിക്കാട് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. സച്ചിൻ, പ്രതിഷേധം ഇപ്പോഴും കടുപ്പിക്കുകയാണ് ഡിവൈഎഫ്ഐ അല്ലേ? നിലവിൽ പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ. ഇപ്പൊ വിഷയത്തിൽ റെയിൽവേ ബോർഡ് കഴിഞ്ഞ ദിവസമാണ് വിജ്ഞാപനമൊക്കെ പ്രസിദ്ധീകരിച്ചത്. പ്രവർത്തനപരമായ ആവശ്യകതകൾ കണക്കിലെടുത്ത് വിജ്ഞാപനം എന്നാണ് റെയിൽവേ വിജ്ഞാപനത്തിൽ നൽകിയിരിക്കുന്ന വിശദീകരണം. 2026 ഒക്ടോബർ മാസം മുതൽ തന്നെ ഈ മാറ്റങ്ങളൊക്കെ നിലവിൽ വരുമെന്നാണ് കേന്ദ്ര റെയിൽ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. സച്ചിൻ, നിലവിൽ എന്താ സാഹചര്യം അവിടെ? സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് ഡിവിഷനിൽ നിന്ന് മംഗലാപുരം സ്റ്റേഷൻ അടക്കമുള്ളവ എടുത്തു മാറ്റാനുള്ള ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധം ഉയരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ എംപിമാർ, കേരളത്തിലെ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും എംപിമാരെല്ലാം തന്നെ പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ എംപിമാർ കേന്ദ്രമന്ത്രിമാർക്കും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് തന്നെ കത്തുകൾ അടക്കം അയച്ചിരുന്നു. കാരണം പാലക്കാടിന്റെ പ്രധാന വരുമാന സ്രോതസ് പാലക്കാട് ഡിവിഷൻ വിഭജിക്കുന്നതിലൂടെ ഇല്ലാതാവും. അത്തരത്തിൽ 600 കോടിയോളം രൂപയുടെ നഷ്ടമാണ് പാലക്കാട് ഡിവിഷൻ വിഭജനത്തിലൂടെ കേരളത്തിന് നഷ്ടമാവുക. അത് കേരളത്തിന്റെ റെയിൽവേ വികസനത്തിനടക്കം വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കേരളത്തിന്റെ ഈ റെയിൽവേയുടെ വരുമാനം കുറയുന്നതിന് അനുസരിച്ച് കേരളത്തിലേക്കുള്ള പല കാര്യങ്ങളിലും അനുമതി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അവഗണന തന്നെയായിരിക്കും കേരളത്തിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് റെയിൽവേ ഡിവിഷൻ ഓഫീസിലേക്ക് സമരം ആരംഭിച്ചത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ. കാരണം
റെയിൽവേ ഡിവിഷൻ ഓഫീസിലെ ഗേറ്റുകളെല്ലാം അടച്ചുകൊണ്ട് പോലീസ് പ്രതിരോധം തീർത്തെങ്കിലും അതെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ ശക്തമായ പ്രതിഷേധത്തിലേക്ക് റെയിൽവേ ഡിവിഷൻ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കയറിയിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ വനിതാ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശിബികൃഷ്ണയെ അടക്കം പോലീസ് മർദ്ദിക്കുന്ന സ്ഥിതിയുണ്ടായി. ശക്തമായ സമരത്തിലേക്ക് കടക്കുകയാണ്. ശക്തമായ സമരത്തിലേക്ക് തന്നെയാണ് ഡിവൈഎഫ്ഐ കടക്കുന്നത്. കേരളത്തിന് വേണ്ടിയുള്ള സമരമാണ് ഡിവൈഎഫ്ഐ ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. കുറച്ച് ചെറുപ്പക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ കുറച്ച് ഡിവൈഎഫ്ഐക്കാർക്ക് വേണ്ടി മാത്രമുള്ള സമരമല്ല, കേരളത്തിന്റെ ആകെ ആവശ്യമാണ്. കേന്ദ്ര സർക്കാർ നിരന്തരമായി നമ്മൾ കേരളത്തോടുള്ള അവഗണന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സംഭവം ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ ആ സമരത്തിന്റെ നേതൃത്വമായി തന്നെ പാലക്കാട് എം പിയെ പ്രധാനമായും നിങ്ങൾ മുദ്രാവാക്യത്തിലെല്ലാം ഉയർത്തുന്നുണ്ടല്ലോ. പാലക്കാട് എം പി നമുക്കറിയാം, കോച്ച് ഫാക്ടറിയെ ബന്ധപ്പെട്ടുകൊണ്ട് ഉൾപ്പെടെ ഈ സമയത്തിനൊക്കെ അടുത്ത് കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിട്ടുണ്ട്, BJP ഭരിച്ചിട്ടുണ്ട്. ഈ സമയത്തൊക്കെ കോച്ച് ഫാക്ടറി പോലെയുള്ളൊരു വിഷയത്തിനകത്ത് ഉൾപ്പെടെ സ്വീകരിച്ച കോൺഗ്രസിന്റെ സമീപനം നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ കേരളത്തോട് ഇങ്ങനൊരു അവഗണന ഉണ്ടാകുമ്പോൾ ഏറ്റവും ശക്തമായ പ്രതിഷേധം മുന്നോട്ട് വെക്കേണ്ട കേരളത്തിൽ നിന്നുള്ള എം പിമാരിൽ ഭൂരിഭാഗം വരുന്നതും കോൺഗ്രസിന്റെ എം പിമാരാണ്. ആ എം പിമാരും പാലക്കാടിന്റെ എം പിയും ഈ ഒരു വിഷയം ഉണ്ടാകുമ്പോഴും ഏറ്റവും ശക്തമായ പ്രതിഷേധവുമായി സമരം ചെയ്യേണ്ട ആളുകളാണ്. പക്ഷേ ആ രീതിയിലേക്ക് അവർ പോകുന്നില്ല എന്നതാണ് തിരിച്ചറിയുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിലൊരു അവഗണന ഉണ്ടാകുമ്പോൾ അതിനെതിരെ നേതൃത്വം നൽകേണ്ട ആളുകൾ, കോൺഗ്രസിന്റെ MP ഉൾപ്പെടെയുള്ള ആളുകൾ മൗനം പാലിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉൾപ്പെടെയാണ് കേരളം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് ഞങ്ങൾക്ക് അവരോടുകൂടെ ആവശ്യപ്പെടാനുള്ളത്. ഈ സമരത്തിൽ കേരളത്തിലെ UDF MP ഉൾപ്പെടെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും അണിചേരണം എന്നതാണ് ഡിവൈഎഫ്ഐയുടെ ആവശ്യം. തീർച്ചയായും അത് തന്നെയാണ്. കാരണം സേലം ഡിവിഷൻ എടുത്തു മാറ്റിയതിന് ശേഷം, അതായത് പാലക്കാട് ഡിവിഷനിൽ നിന്നും സേലം ഡിവിഷൻ അടക്കം എടുത്തു മാറ്റിയതിനു ശേഷം അന്ന് പാലക്കാട് കോച്ച് ഫാക്ടറി ആയിരുന്നു കേന്ദ്ര സർക്കാർ, UPA സർക്കാർ എല്ലാം തന്നെ വാഗ്ദാനം നൽകിയിരുന്നത്. എന്നാൽ അതടക്കം ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഉന്നയിക്കുന്നത്. അതിനാൽ തന്നെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം, കേരളത്തിന്റെ ഒറ്റക്കെട്ടായ ഒരു പ്രതിഷേധം. സച്ചിൻ, നിലവിൽ വലിയ ആശങ്ക ഇത് സംസ്ഥാനത്ത് ഉയർത്തിയിട്ടുണ്ട്. മംഗലാപുരം പാലക്കാട് ഡിവിഷനിൽ നിന്നും വേർപെടുത്തുന്നതോടുകൂടി വരുമാനം കുറയും എന്നുള്ള കാര്യം മാത്രമല്ല, ഒരു 60% വരെ വരുമാന നഷ്ടം ഉണ്ടാകുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ. ജീവനക്കാർക്കൊക്കെ വലിയ ആശങ്കയാണ്. ഖജനാവിന് നഷ്ടം ഉണ്ടാവുന്ന പരിപാടിയാണ്. ഇതൊന്നും ആരെയും അറിയിക്കാതെയൊക്കെയുള്ള ഒരു നീക്കമേ അത് വലിയ വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.